നേരത്തെ വീഡിയോയിൽ ഹാബിറ്റ്സിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിൽ സ്കിൽസിനെ കുറിച്ച് നോക്കാം. ഒന്നാമത്തെ സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. എന്തിനാണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണ്ടത്? നമ്മൾ ക്ലിയർ ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് പെട്ടെന്ന് തന്നെ വളരാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? പബ്ലിക്കിൽ സ്പീക്ക് ചെയ്യാൻ പറ്റും, കഥകൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും, നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാൻ പറ്റും. അങ്ങനെ ഒരാൾക്കിപ്പോൾ കമ്മ്യൂണിക്കേഷനെ കുറച്ചുകൂടി താല്പര്യമുണ്ടെന്ന് വെച്ചാൽ അവർ ദിവസവും സ്റ്റാർട്ട് ചെയ്യുക, 1 മിനിറ്റ് വോയിസ് കേൾക്കുക, അത് ഒന്ന് പറഞ്ഞ് നല്ല ക്ലിയർ ആയിട്ട് ആൾക്കാരിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന പോലെ രീതിയിൽ പറഞ്ഞു നോക്കുക. അങ്ങനെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെയാണ് ഡിജിറ്റൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഡിജിറ്റൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരു മാനേജിങ് ടൈം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾക്ക് ഈ പ്രൊമോഡോ ടെക്നിക്കില്ലേ, 25 മിനിറ്റ് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, അങ്ങനത്തെ ടെക്നിക്കൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് വയ്ക്കുക. നമ്മുടെ ടൈം ഒരിക്കലും വേസ്റ്റ് ആക്കാണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു നല്ലൊരു സ്കില്ലാണ്. ഡിജിറ്റൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടൊരു സ്കില്ലാണ്. മൂന്നാമത്തെ സ്കില്ലെന്ന് പറയുന്നതാണ് ഇമോഷണൽ ഇൻ്റലിജൻസ്. ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നമുക്കൊരു ഇമോഷണൽ ഇൻ്റലിജൻസ് നമ്മുടെ ഇൻ്റലിജൻറ്റ് കോയിഫിഷ്യൻറ്റിനെ വരെ ബീറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ലീഡർഷിപ്പിലും റിലേഷൻഷിപ്പിലൊക്കെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം? ജേർണലിങ് ചെയ്യാം, എംപതി എക്സസൈസ്, റെസ്പോണ്ടിങ് വേഴ്സസ് റിയാക്ടിങ്. പിന്നെ വന്നിട്ട് നമുക്ക് ഒരു കാര്യം നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കി നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്, മനുഷ്യന്മാർ ഒരിക്കലും നല്ല ജോബ് വിട്ടിട്ട് പുറത്ത് പോവില്ല. അവരെങ്ങനെയായിരിക്കും പുറത്ത് പോകാനുണ്ടാവുക? സാഹചര്യം മോശമായിട്ടുള്ള മാനേജേഴ്സായിരിക്കും. അപ്പോൾ ഈ ഒരു തോട്ട് നമ്മുടെ മൈൻഡിലുണ്ടെങ്കിൽ നമുക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്യാനും പുതിയ കാര്യങ്ങൾ ചെയ്യാൻ, ജേർണലിങ് ചെയ്യാൻ, പുതിയ സ്റ്റാർട്ടിങ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് സെൽഫായിട്ട് ഒരുപാട് വളരാൻ പറ്റും. അടുത്തതായിട്ടുള്ളൊരു സ്കില്ലാണ് കണ്ടൻറ് ക്രിയേഷൻ. ഇതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. റീൽസ് എടുക്കാൻ പറ്റും, വീഡിയോസ് എടുക്കാൻ പറ്റും, പേഴ്സണലായിട്ട് വ്ളോഗ്സ് എടുക്കാൻ പറ്റും. ഒരുപാട് ടെക്നിക്കുണ്ട്. ഇതിന് പ്രധാനമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഒരു സിമ്പിളായിട്ടൊരു ടിപ്സ് തരികയാണെങ്കിൽ, നമ്മളിതിൽ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യുക, ഒരു ടോപ്പിക്ക് ചൂസ് ചെയ്യുക, ഡെയിലി അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. അതിന് റെഡിയാണെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ സൂപ്പർബായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അഞ്ചാമത്തെ സ്കില്ലാണ് നമ്മൾ ലേണിംഗ് ടു ലേൺ പറയണത്. നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുക. പുതിയ കാര്യങ്ങൾ പഠിക്കുക പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് വായിച്ച് റീകാൾ ചെയ്ത്. ഇപ്പോൾ ഈ മെഹന്തി ആർട്ടിസ്റ്റുമാരൊക്കെ അവരെന്ത് ചെയ്യുക? മൈൻഡ് മാപ്പിംഗ് ചെയ്യുക. അവർ മനസ്സിൽ തന്നെ വരച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളത് റിപ്പീറ്റ് ഏതൊരു സ്കില്ലായാലും ഒരിക്കലും നമ്മളത് ഡ്രോപ്പ് ചെയ്യരുത്. നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, റീകാൾ ചെയ്യുക, ട്രൈ ചെയ്ത് മേക്കപ്പ് ചെയ്യുക. ഇതിൽ ഈ 5 സ്കില്ലുകളിൽ നിങ്ങൾക്ക് ഏത് സ്കില്ലാണ് ഇഷ്ടപ്പെട്ടത്? താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.